ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പൂക്കാലം എന്ന കവിതയാണ് പഠിച്ചത് അല്ലേ? എന്ത് മനസ്സിലായി നിങ്ങൾക്ക് പൂക്കാലത്തിനെ പറ്റി അല്ലേ? പാഠം 5 പൂക്കാലം. അപ്പോ എന്താ മനസ്സിലായത് നമുക്ക് പൂക്കാലത്തിനെ കുറിച്ച്? നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ആർക്കും ഓർമ്മയുള്ളത്? ആർക്കും ഓർമ്മയില്ലേ നമ്മൾ പഠിച്ചത്? ഓർമ്മയുണ്ട്. അല്ലേ? അപ്പൊ പൂക്കാലം എന്ന കവിത മിസ് ഒന്നുകൂടി പാടാം. മാമഴ മേഘങ്ങൾ പോയി മറഞ്ഞു, മന്ദഹസിപ്പൂ വസന്തകാലം, മഞ്ഞിൻ കണങ്ങളാൽ കാന്തിയേറും മഞ്ഞമന്ദാരങ്ങൾ പൂവണിഞ്ഞു, ഏറിയ ഗന്ധം പരത്തിമെല്ലെ ഏഴിലം പാലകൾ പൂത്തുനിന്നു, കാടുകൾ തോറുമേ കൺകവരും കണ്ണാന്തളിപ്പൂക്കൾ കൺതുറന്നു, നീലനിലാവിൽ കുളിച്ചു നിന്നു നീലക്കുറിഞ്ഞിയും നാണമോടെ, ആറ്റിലും ചേറ്റിലും നൃത്തമാടി ആനന്ദത്താലാമ്പൽ പൂവുകളും, ചേലൊത്ത ചിത്രശലഭങ്ങളും വാരുറ്റ വണ്ടുകൾ തുമ്പികളും, പൂവിൻ മരന്തം നുകർന്നു ചെമ്മേ പാറിപ്പറന്നു രസിച്ചിടുന്നു. അപ്പോ പൂക്കാലത്തിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? അപ്പോ നമ്മള് ആദ്യം എന്തു പറഞ്ഞു? പൂക്കാലം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നമ്മള് ഋതുക്കളെ കുറിച്ച് പഠിച്ചു അല്ലേ? പൂക്കാലം. അപ്പോ എന്താ പഠിച്ച ആദ്യം? എന്താണ് ഋതുക്കൾ എന്ന് പറഞ്ഞത്? കാലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞേ? പ്രകൃതിയുടെ വ്യത്യസ്ത ഭാവങ്ങളെയാണ് ഋതുക്കൾ എന്ന് പറയുന്നത് പറഞ്ഞു. സീസൺ അല്ലേ? സീസൺ നിങ്ങൾ പഠിച്ചിട്ടില്ലേ EVS-ലൊക്കെ? കാലങ്ങൾ അല്ലേ? ഓക്കെ. അപ്പൊ അതുപോലെ മലയാളത്തിൽ എന്തു പറയും? ഋതുക്കൾ എന്ന് പറയും. അപ്പോ പ്രകൃതിയുടെ വ്യത്യസ്ത ഭാവങ്ങളെയാണ് ഋതുക്കൾ എന്ന് പറയുന്നത് അല്ലേ? ഇപ്പൊ ഇന്ത്യയിൽ പൊതുവെ നമുക്ക് വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്ത്, ഹേമന്തം, ശിശിരം എന്നിങ്ങനെ 6 ഋതുക്കളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ കേരളത്തിലോ? കേരളത്തിൽ എങ്ങനെയാ? ഇതിൽ നിന്ന് വ്യത്യസ്തമായാണ് ഋതുക്കൾ അനുഭവപ്പെടുന്നത്. അതില് എങ്ങനെയാ വരുക? നീണ്ട ഒരു വർഷകാലം ഉണ്ട്, പിന്നെ ഇടക്ക് കടന്നു വരുന്ന ശരത്കാലം, ചെറിയ കാലദൈർഘ്യമുള്ള മഞ്ഞുകാലം അല്ലെ? പിന്നെ എന്തുണ്ടാവും? തുടർന്ന് വേനൽക്കാലം എന്നിവയാണ് കേരളത്തിലെ ഋതുക്കള്. വസന്തം ശരത്കാലത്തോടൊപ്പം വേനൽക്കാലത്തോടൊപ്പം കേരളത്തിൽ ഇങ്ങനെ കടന്നു വരുന്നുണ്ട് അല്ലെ? ഇവിടെ പ്രത്യേകിച്ച് ഋതുക്കൾ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ മഴ പെയ്യേണ്ട ഒരു സീസൺ ഒന്നല്ല അല്ലെ? ഇപ്പൊ മഴ പെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചിങ്ങമാസം കഴിഞ്ഞു കന്നിമാസമായി ഇപ്പോഴല്ലേ? ഇപ്പോ ഈ മഴ ഇങ്ങനെ ഇപ്പം എന്താ തുലാവർഷമൊക്കെ വരേണ്ട സമയമാണ് അല്ലെ? വൈകുന്നേരങ്ങളിൽ മാത്രം മഴ പെയ്ത് പോകേണ്ടതാണ്. പക്ഷെ ഇപ്പോഴെങ്ങനെയൊക്കെയാണോ പെയ്യുന്നത് അല്ലെ? കൃത്യമായ ഒരു ഋതുക്കളെ കുറിച്ച് പറയാൻ പറ്റില്ല അല്ലെ ഇവിടെ? അപ്പോ പിന്നെന്താ? അപ്പൊ പൂക്കാലത്തിനെ കുറിച്ച് ഓട്ടം സീസൺ, പൂക്കാലം അല്ലെ? വസന്തകാലം. നമ്മുടെ മനുഷ്യന് എന്ത് മനസ്സിനും ശരീരത്തിനും ഒക്കെ സന്തോഷം പകരുന്ന ഒരു കാലമാണ് ഏത്? പൂക്കാലം അല്ലെ? ഭൂമിക്കും എന്തുണ്ടാവും? മനോഹാരിത ഉണ്ടാവും അല്ലെ? ഭൂമിക്ക് മനോഹാരിത വർദ്ധിക്കുന്ന ഒരു കാലവും കൂടിയാണ് പൂക്കാലം. എന്തേ റിലു? കേൾക്കുന്നില്ലേ എല്ലാവർക്കും മക്കളെ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഇടക്ക് മിസ് മനുഷ്യനല്ലേ, കൈ ഒന്ന് താഴ്ന്നു പോകുന്നുണ്ടാവും. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആണോ? ഇതില്ലാതെ കേൾക്കുന്നേ ഇല്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ നല്ല പോലെ? യെസ് ഓർ നോ പറ മക്കളെ. ഓക്കെ. അപ്പോ എന്നാ പറഞ്ഞ? ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേ കാര്യങ്ങളാ മിസ് ഇപ്പൊ പറഞ്ഞത്. എന്തേ? പൂക്കാലത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ നമ്മൾ പൂക്കാലം
വസന്തകാലത്തിനെ കുറിച്ച് പറയുമ്പോൾ ഋതുക്കളെ കുറിച്ച് പറഞ്ഞു. പ്രകൃതിയുടെ വ്യത്യസ്ത ഭാവങ്ങളെയാണ് ഋതുക്കൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ പൊതുവെ 6 ഋതുക്കളാണുള്ളത് പറഞ്ഞു. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. കേരളത്തിലാണെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായാണ് വരുന്നത് പറഞ്ഞു. എന്ത്? നീണ്ട ഒരു വർഷകാലം ഉണ്ടാവും, ഇടയ്ക്ക് കടന്നു വരുന്ന ശരത്കാലമുണ്ട്, ചെറിയൊരു കാലദൈർഘ്യമുള്ള മഞ്ഞുകാലമുണ്ട്, തുടർന്ന് വേനൽക്കാലം അല്ലെ, എന്നിവയാണ് കേരളത്തിലെ ഋതുക്കൾ എന്നും പറഞ്ഞു അല്ലെ. പിന്നെയോ പൂക്കാലം എന്ന് പറയുമ്പോൾ എന്താ? ഭൂമിക്ക് മനോഹാരിത വർദ്ധിപ്പിക്കുന്ന ഒരു കാലമാണ് ഏത്? പൂക്കാലം. പൂക്കളൊക്കെ നിറഞ്ഞ്, ഉദ്യാനങ്ങളൊക്കെ നിറഞ്ഞ്, പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമാകുമ്പോ എന്തുണ്ടാവും? പ്രകൃതിക്ക് ഒരു മനോഹാരിത ഉണ്ടാവില്ലേ അല്ലേ? പൂക്കാലം ആണോ മക്കളെ? മിസ് പറയുന്നത് ശരിയാണോ? അല്ലെങ്കിൽ നിങ്ങൾ പറയണം പൂക്കളൊന്നും എഴുതിയൊന്നും രസമൊന്നുമില്ല, കാലമൊന്നല്ലാന്ന് അല്ലേ? മനോഹാരിത ഉണ്ടാവുമോ പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോ? ഓക്കെ. അപ്പോ ഭൂമിക്ക് മനോഹാരിത വർദ്ധിക്കുന്ന ഒരു കാലമാണ് എന്ത്? പൂക്കാലം. അപ്പൊ പൂക്കാലത്തെ വർണ്ണിച്ച് പാടാത്ത കവികളില്ലെന്ന് കഴിഞ്ഞ ക്ലാസ്സിലെ മിസ് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കവികൾ പൂക്കാലത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞത്? പ്രകൃതി ആനന്ദിക്കുന്ന കാലാണ് ഏത്? പൂക്കാലം. പിന്നെ ഈ ആനന്ദം എന്ത് ചെയ്യും? മനുഷ്യ മനസ്സിലേക്കും പടരുന്നു അല്ലെ. വിടർന്നു നിൽക്കുന്ന പൂക്കൾ കാണുമ്പോൾ എന്ത്? മുതിർന്നവരും കുട്ടികളും ഒക്കെ ആനന്ദം അനുഭവിക്കുന്നില്ലേ? നിങ്ങൾ പൂക്കൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇനിയെങ്കിലും എന്നാൽ എല്ലാവരും ശ്രദ്ധിക്കണം. വിടർന്നു നിൽക്കുന്ന പൂക്കൾ കാണുമ്പോൾ കുട്ടികൾ പറിക്കുന്നുണ്ടാവാറുണ്ട്. അപ്പൊ എന്താ? അതിനോടൊരു കമ്പമുണ്ട് അല്ലേ? കാണുമ്പോ നമുക്കൊരു സ്നേഹം തോന്നുന്നുണ്ട്. അപ്പോ പ്രകൃതിയുടെ ഈ ആഹ്ലാദത്തെ എന്ത് ചെയ്യുന്നു? ലളിത പദങ്ങളിൽ ആവിഷ്കരിക്കുകയാണ് കവി ഇവിടെ ചെയ്യുന്നത് അല്ലെ. ഈ പൂക്കാലം എന്ന കവിതയിൽ എന്താ ചെയ്യുന്നത് കവി? പ്രകൃതിയുടെ ഈ ആഹ്ലാദത്തെ, അതായത് മനോഹാരിത വർദ്ധിപ്പിക്കുന്ന ഒരു കാലമാണ് പൂക്കാലം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ആഹ്ലാദത്തെ കവി ലളിത പദങ്ങളിൽ ആവിഷ്കരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ പൂക്കാലം എന്ന കവിതയില് എന്തൊക്കെയാ പറയുന്നത്? മാമഴ മേഘങ്ങൾ പോയി മറഞ്ഞു, മന്ദഹസിപ്പൂ വസന്തകാലം. ദീർഘമായ ഒരു മഴക്കാലത്തിന് ശേഷം മാമഴ മേഘങ്ങൾ, അത്ത മഴമേഘങ്ങളൊക്കെ പോയി മറിഞ്ഞിട്ട് എന്താവും? മാനം തെളിഞ്ഞു. അന്നേരാണ് എന്ത് ചെയ്യുന്നത്? മന്ദഹസിക്കുന്നതെന്ന് പറഞ്ഞ എന്താ? മഴമേഘങ്ങളൊക്കെ പോയി മറിഞ്ഞ് മാനങ്ങ് ആകാശം എന്ത് ചെയ്തു? തെളിഞ്ഞു. അപ്പോഴാണ് പറയുന്നത് മന്ദഹസിച്ചു എന്ന് കവി പറയുന്നതിനാ അല്ലെ. അപ്പൊ മന്ദഹസിച്ചു എന്ന് പറയുന്നതാണ്. അപ്പോ ദീർഘമായ മഴക്കാലത്തിന് ശേഷം എന്ത് ചെയ്തു? മഴമേഘങ്ങൾ മറഞ്ഞു, മാനാകാശം തെളിഞ്ഞു അല്ലെ. അങ്ങനെ പൂക്കാലം പുഞ്ചിരി തൂകി നിൽക്കുകയാണ്. പിന്നെ അടുത്ത വരികളിൽ എന്നാ പറഞ്ഞേ? മഞ്ഞിൻ കണങ്ങളാൽ കാന്തിയേറും മഞ്ഞ മന്ദാരങ്ങൾ പൂവണിഞ്ഞു അല്ലെ. എന്താണ്? മഞ്ഞുതുള്ളികൾ മന്ദാരങ്ങൾക്ക് എന്ത് ചെയ്യുന്നേ? ഭംഗിയേറ്റുന്നു. പിന്നെന്താ ചെയ്യുന്നത്? അടുത്ത വരികളിൽ എന്നാ പറയുന്നത്? ഏറിയ ഗന്ധം പരത്തി മെല്ലെ ഏഴിലം പാലകൾ എന്ത് ചെയ്തു? പൂത്തു നിന്നു. അപ്പൊ ഏറിയ ഗന്ധം എന്ന് പറഞ്ഞാല് അധികമായ ഗന്ധം അല്ലെ. ഹൃദ്യമായ ഗന്ധം പരത്തി ഏഴിലം പാലകൾ എന്ത് ചെയ്തു? പൂത്തു നിൽക്കുന്നു. പിന്നെ അടുത്ത വരി എന്നാ പറയുന്നത്? കാടുകൾ തോറുമേ കൺകവരും കണ്ണാന്തളിപ്പൂക്കൾ കൺതുറന്നു. ആരുടെയും കൺകവരുന്ന അല്ലെ, മനസ്സ് കവരുന്ന അല്ലെങ്കിൽ ശ്രദ്ധയാകർഷിക്കുന്ന കണ്ണാന്തളിപ്പൂക്കള് എന്ത് ചെയ്തു? കാടുകൾ തോറും പൂത്തു നിൽക്കുന്നു അല്ലെ. പിന്നെ അടുത്ത് എന്താ പറയുന്നത് വരികളില്? നീലനിലാവിൽ കുളിച്ചു നിന്നു നീലക്കുറിഞ്ഞിയും നാണമോടെ. അപ്പൊ നീലക്കുറിഞ്ഞി എത്ര വർഷത്തിലൊരിക്കൽ പൂക്കുന്ന പൂവാണെന്നാ പറഞ്ഞേ? 12. ഓക്കെ, 12 വർഷത്തിലൊരിക്കലാണ് ഏത് പൂക്കുന്നത്? നീലക്കുറിഞ്ഞി അല്ലേ. അപ്പൊ ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം, അതായത് 12 വർഷത്തിന് ശേഷം പൂക്കുന്ന പൂവാണ് ഏത്? നീലക്കുറിഞ്ഞി. അപ്പൊ നീലക്കുറിഞ്ഞി എന്ത് ചെയ്യുന്നേ? നീലനിലാവിൽ കുളിച്ചു നിന്നു അല്ലേ. അപ്പൊ 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന ചെടിയാണ് ഏത്? നീലക്കുറിഞ്ഞി. അങ്ങനെയുള്ള നീലക്കുറിഞ്ഞി പോലും നാണത്തോടെ നിലാവിൽ കുളിച്ചു നിൽക്കുന്ന ഒരു പൂക്കാലമാണ് ഇവിടെ
വർണ്ണിച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ. പിന്നെ അടുത്ത വരിയിൽ എന്താ പറയുന്നത്? ആറ്റിലും ചേറ്റിലും നൃത്തമാടി ആനന്ദത്താലാമ്പൽ പൂവുകളും. അപ്പൊ എന്താ ചെയ്തത്? ആറ്റിലും ചെളിയിലും ആനന്ദത്തോടെ ആമ്പൽ പൂക്കൾ എന്ത് ചെയ്യുന്നു? നൃത്തമാടുന്നു. ആറ്റിലും ചേറ്റിലും അല്ലേ? ചെളിയാണ് ചേറ് പറഞ്ഞാല് കേട്ടോ. ചേറ് പറഞ്ഞ ചെളിയാണ്. ഓക്കെ. ആറ് പറഞ്ഞ അറിയില്ലേ? ആറ്റ്, തോട്, വെള്ളത്തിലല്ലേ? ആമ്പൽ ഉണ്ടാവുക വെള്ളത്തിലല്ലേ ഉണ്ടാവുക? ഓക്കെ. അപ്പൊ ആറ്റിലും ചെളിയിലും, ചേറ് പറഞ്ഞ ചെളിയാണ്, ചെളിയിലും ആനന്ദത്തോടെ സന്തോഷത്തോടെ ആമ്പൽപ്പൂക്കൾ എന്ത് ചെയ്യുന്നു? നൃത്തമാടുന്ന് എന്ന് പറഞ്ഞാ വിരിഞ്ഞു നിൽക്കുന്നത് അല്ലേ? പിന്നെന്താ ചെയ്യുന്നേ? അടുത്ത വരിയിൽ നിന്നാണ് ചേലൊത്ത ചിത്രശലഭങ്ങളും. ചേലൊത്ത എന്താണ്? ഭംഗിയുള്ള. അർത്ഥം എന്താ? ചേലൊത്ത ഭംഗിയുള്ള. അപ്പോ ഭംഗിയുള്ള ചിത്രശലഭങ്ങള്, പൂമ്പാറ്റകള്, വണ്ടുകള്, തുമ്പികള് എന്ത് ചെയ്യുന്നു? പൂവിന്റെ തേൻ നുകർന്ന് പാറിപ്പറന്ന് രസിക്കുന്നു അല്ലേ? പിന്നെന്താ പറയുന്നത്? പൂവിൻ മരന്തം നുകർന്നു ചെമ്മേ പാറിപ്പറന്ന് രസിച്ചിരുന്നു. ആരൊക്കെ? ഭംഗിയുള്ള ചിത്രശലഭങ്ങളും വണ്ടുകളും തുമ്പികളും പൂവിന്റെ തേൻ നുകർന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? പാറിപ്പറന്ന് രസിക്കുന്നു അല്ലേ? അങ്ങനെ എന്താണ്? ആകെ മൊത്തം എന്താണ്? മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ആനന്ദം നൽകുന്ന ഒരു മനോഹരമായ പൂക്കാലമാണ് ഈ പദ്യഭാഗത്തുള്ളത് അല്ലേ? മൊത്തം പൂക്കളൊക്കെ വിരിഞ്ഞ് മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഒക്കെ ആനന്ദം പകരുന്ന ഒരു കാഴ്ചയാണ് ഈ പൂക്കാലത്തിൽ കവി ആവിഷ്കരിക്കുന്നത് അല്ലേ? ഓക്കെ. മനസ്സിലായോ ഇതിന്റെ മൊത്താർത്ഥം? പൂക്കാലം പാഠം മനസ്സിലായോ നിങ്ങൾക്ക്? യെസ്. കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് ഇത് എടുത്താണ്. കുറച്ച് കുട്ടികൾ 2-3 കുട്ടികൾ ലീവായിരുന്നു. അതുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞതാണിത്, ഈ പാഠം. ഇപ്പൊ എല്ലാവർക്കും ഒന്ന് മനസ്സിലായോ? ക്ലിയർ ആയിട്ട് മനസ്സിലായോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി അല്ലേ? ഓക്കെ. വായിപ്പിക്കാം കേട്ടോ, വായിപ്പിക്കാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പൊ അർത്ഥവും മിസ് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞല്ലേ അർത്ഥം? അതുകൂടി നമുക്ക് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് വായിക്കാം എല്ലാവർക്കും അല്ലേ? ഒരാളൊക്കെ ആയിട്ട് വായിക്കാം. അപ്പൊ 6 അല്ലേ? പറഞ്ഞു 6. ഓക്കെ. 6 പുഴ. ഈ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അവസാന നിഘണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരിതുണ്ട്. കണ്ടിട്ടുണ്ടായിരുന്നു ആരെങ്കിലും? ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ. അപ്പൊ അതില് പിന്നെ പാഠത്തിന്റെ പേരും അർത്ഥവും ഉണ്ട് കേട്ടോ. നിഘണ്ടു എന്ന് പറഞ്ഞിട്ട് അതിലുണ്ട്. ഏത്? പൂക്കാലം എന്ന പാഠം എടുക്കുക. 5ാമത്തെ പാഠം പൂക്കാലം. അപ്പൊ 6 പുഴ. കണ്ടോ മക്കളെ നിങ്ങള്? 6 പുഴ അല്ലെങ്കിൽ നദി. നെക്സ്റ്റ് കണം. തുള്ളി. കണം. ഓ യെസ്. എഴുതിയോ? മറ്റേത് പറ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. എഴുതുന്നുണ്ടോ ഇപ്പൊ നിങ്ങള്? എഴുതുന്നുണ്ടോ? ഇപ്പൊ ഈ ഓൺ ടൈമിൽ എഴുതുന്നുണ്ടോ? എന്നാ എഴുതിക്കോ. ഞാൻ മിസ് ഒന്ന് പറഞ്ഞു പോവാന്നാ വിചാരിച്ചത്. 6 പുഴ. ടെക്സ്റ്റിൽ എഴുതിയാൽ മതി. നോട്ടിൽ പിന്നീട് നമുക്ക് എഴുതാം. 6 നോക്കി എഴുതിക്കോ. ലാസ്റ്റിലുണ്ട് നിഘണ്ടു എന്ന് പറഞ്ഞിട്ട് പേജ് നമ്പർ മിസ് പറയാ. 77 നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ. കണ്ടോ? പേജ് നമ്പർ 77 പൂക്കാലം കണ്ടോ? എല്ലാരും കണ്ടോ മക്കളെ? ജോയൽ കണ്ടോ? ഓക്കെ. എഴുതിക്കോ. 6 പുഴ. എവിടെ എടുത്ത് എഴുതണം? പദം പരിചയപ്പെടുക എന്നുള്ളടത്ത് 6 ഉണ്ട്. ഏത്? പേജ് നമ്പർ 24 അവിടെ എഴുത്. 6 അതിന് നേരെ പുഴ ഹൈഫൻ ഇട്ട് എഴുത്. നെക്സ്റ്റ് കണം. എന്താണ് കണം? തുള്ളി. പെൻസിലോണ്ട് എഴുതിയാ മതി. പെൻസിലോണ്ട് എഴുതിക്കോ.
ടെക്സ്റ്റില് മായ്ക്കുകയും ചെയ്യാ, തെറ്റിക്കഴിഞ്ഞാല് മായ്ക്കാം എനിക്ക്. അപ്പൊ 6 പുഴ, കണം, തുള്ളി, അല്ലെങ്കിൽ എന്താ വളരെ ചെറിയ അംശം, വളരെ ചെറിയ അംശം. നെക്സ്റ്റ് കവരുക, മോഷ്ടിക്കുക. മോഷ്ടിക്കുകയാണ് എന്ത്? കവരുക. സ്വർണ്ണമൊക്കെ കവർന്നു എന്ന് പറയുന്നതൊക്കെ ഇല്ലേ നമ്മള് പത്രത്തിലൊക്കെ? കവരുക എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക. മോഷ്ടിക്കുക. നെക്സ്റ്റ് എഴുതിയോ? മൂന്നാമത്തെ എഴുതി കഴിഞ്ഞോ? ആദ്യത്തെ മുഹമ്മദ് ഷാൻ എഴുതിയോ? ഷാൻ എഴുതുന്നുണ്ടോ? ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ചെയ്തോ? ഈ സമയത്ത് തന്നെ കംപ്ലീറ്റ് ചെയ്തോ കേട്ടോ. അർത്ഥം അതിൽ എഴുതി വെച്ചോ. കവരുക, മോഷ്ടിക്കുക. കാന്തി, എന്താ കാന്തി? നോക്കിയേ, ഒളി അല്ലേ? കാന്തി, ഒളി അല്ലെങ്കിൽ ശോഭ. ശോഭ. നിദാ ഫാത്തിമ എഴുതുന്നുണ്ടോ? വേഗം എഴുത്. കാന്തി, ഒളി അല്ലെങ്കിൽ ശോഭ. അത് നീറ്റായി എഴുതണ മക്കളെ, നോക്കി എഴുത്. ജൂലിയറ്റ് എഴുതി കഴിഞ്ഞോ? ഓക്കെ. ഫാത്തിമ എന്തായി? എഴുതുന്നുണ്ടോ? ഞാൻ വരുന്നുണ്ട് വീട്ടിലേക്ക്. എഴുതുന്നുണ്ടോ നോക്കട്ടെ, ടെക്സ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ആണോന്ന്. ഹസ്ന എഴുതുന്നുണ്ടോ? ഹസ്ന ഓക്കെ. അപ്പൊ അടുത്തത് ഗന്ധം. ഒളി എഴുതിയില്ലേ? നെക്സ്റ്റ് ഗന്ധം. എന്താ അർത്ഥം? നിങ്ങൾ കണ്ടു നോക്കട്ടെ. ഗന്ധം എന്താ അർത്ഥം? മണം. ഗന്ധം, മണം. നെക്സ്റ്റ് ഏതാ? ചിത്രശലഭം. ചിത്രശലഭം എന്താ? പൂമ്പാറ്റ. ഹസ്ന അൺമ്യൂട്ട് ചെയ്തോ. എന്തിനാ ഹസ്ന കൈപ്പൊക്കെ? അൺമ്യൂട്ട് ചെയ്തോ. പേജ് നമ്പർ 77. അതിലുണ്ട് അർത്ഥം. നിഘണ്ടു എന്ന് എഴുതിയിട്ട് കണ്ടോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പുറകു വശത്ത്. അതിലുള്ളത് മിസ് ഞാൻ ഇവിടുന്ന് നമ്മൾ നോക്കിയിട്ട് അവിടെ എഴുതാനാ പറയുന്നത്. എവിടെ? നമ്മുടെ പാഠത്തിന്റെ ബാക്കിൽ പഠന പ്രവർത്തനങ്ങളിൽ എഴുതാൻ. പാഠത്തിന്റെ ഇപ്പം കഴിഞ്ഞ പാഠത്തിന്റെ അർത്ഥം എഴുതണ്ടേ? അത്. അപ്പൊ ചിത്രശലഭം, പൂമ്പാറ്റ. ചെമ്മേ. ചെമ്മേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ ഏതോ പാഠത്തില് ചെമ്മേ. എന്താ അർത്ഥം ചെമ്മേ? എന്താ ചെമ്മേ അർത്ഥം? എന്താ ഏഞ്ചലേ? ഭംഗി. ഭംഗിയായി. ചെമ്മേ ഭംഗിയായി. എഴുതിയോ? ചെമ്മേ. ജോയൽ എഴുതുന്നില്ലേ? ജോയല് എന്താ ഇന്ന് ജോയലിന്? എഴുതുന്നുണ്ടോ? ജുവൽ, ജോമൽ കേൾക്കുന്നുണ്ടോ? 2 പേരുണ്ടായിട്ട് ഞാൻ കാണുന്നില്ല. ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ ചെമ്മേ ഭംഗിയായി. ചേലൊത്ത, ഭംഗിയുള്ള. ചേലൊത്ത, ഭംഗിയുള്ള. ചേറ്, ചെളി അല്ലെങ്കിൽ എന്താ? അഴുക്ക്. ചെളി അല്ലെങ്കിൽ അഴുക്ക് അല്ലേ? ചേറ്. ആറ്റിലും ചേറ്റിലും. ചേറ് പറഞ്ഞ ചെളിയാണ് കേട്ടോ. ചേലൊത്ത, ഭംഗിയുള്ള. ചേലൊത്ത, ഭംഗിയുള്ള. എഡ്വിൻ എഴുതുന്നുണ്ട്. എഡ്വിൻ തോമസ്. ആവണി മഹേഷ്
രണ്ടുപേരെയും മിസ് കാണുന്നില്ല കേട്ടോ. വീഡിയോ ഒന്ന് ഓൺ ചെയ്തൂടെ? ഓക്കെ, അവണി എഴുതിയോ മോളെ? ഓക്കെ. ചേലൊത്ത ഭംഗിയുള്ള ചേറ് എന്താണ്? ചെളി. ചേറ് ചെളി അല്ലെങ്കിൽ അഴുക്ക് ട്ടോ. നോക്കി അവിടെ എഴുതണേ, തെറ്റിക്കരുത്. നെക്സ്റ്റ് പറയട്ടെ. അടുത്തത് എന്താ? നുകരുക. അർത്ഥം നുകരുക. നിങ്ങൾ നുകരില്ലേ? തേൻ നുകർന്നു എന്നെല്ലാം പറഞ്ഞേക്കുന്നില്ലേ? പൂമ്പാറ്റ തേൻ നുകർന്നു എന്നാ തേൻ ആസ്വദിച്ച് കുടിച്ചു. നുകരുക പറഞ്ഞ എന്താ? ആസ്വദിച്ച് കുടിക്കുക. നുകരുക, ആസ്വദിച്ച് കുടിക്കുക. ആസ്വദിച്ച് കുടിക്കുക, നുകരുക. നുകരുക, ആസ്വദിച്ച് കുടിക്കുക. കുടിക്കുക, ആസ്വദിച്ച് കുടിക്കുക. നെക്സ്റ്റ് എന്താ? മന്ദഹസിക്കുക. മന്ദഹസിക്കുക. മന്ദഹസിക്കാറില്ലേ നിങ്ങളെല്ലാം? മന്ദഹസിക്കുക എന്നാ അർത്ഥം? മന്ദഹസിക്കുക, പുഞ്ചിരി തൂകുക. ഓക്കെ, പുഞ്ചിരിക്കുക അല്ലെ? മന്ദഹസിക്കുക, പുഞ്ചിരിക്കുക. ഒന്ന് പുഞ്ചിരിച്ചു നോക്കി എല്ലാവരും. അറിയോ നോക്കട്ടെ പുഞ്ചിരിക്കാൻ? ജയശ്രീ മിസ്സോടൊന്ന് പുഞ്ചിരിക്കാൻ പറഞ്ഞു. പുഞ്ചിരിക്കുക. ഇത് ആസിയ സഭ പുഞ്ചിരിക്കുന്നുണ്ട് നല്ല പോലെ. നെക്സ്റ്റ് മരന്തം. മരന്തം, പൂന്തേൻ. മരന്തം, പൂന്തേൻ. എഡ്വിൻ എഴുതുന്നുണ്ടോ? എഡ്വിൻ, എഡ്വിൻ തോമസ്. മരന്തം, പൂന്തേൻ. മരന്തം, പൂന്തേൻ. ഓക്കെ. വാരുറ്റ. എന്താ വാരുറ്റ അർത്ഥം? ഭംഗിയുള്ള. വാരുറ്റ തങ്കക്കുടി. വാരുറ്റ ഭംഗിയുള്ള. എല്ലാവരും എഴുതുന്നുണ്ടല്ലോ? ടെക്സ്റ്റ് എഴുതിയില്ലേ അർത്ഥം? അപ്പൊ നമുക്ക് പിന്നീട് നോട്ടിലേക്ക് എഴുതാം അല്ലെ? നോട്ടിലേക്ക് നിങ്ങളിത് നോട്ടില് പാഠം പാഠം 5 പൂക്കാലം ഹെഡിങ് 8 അർത്ഥം എഴുതുക എന്ന് എഴുതി എന്ത് എഴുതണം? 6 മുതൽ വാരുറ്റാന്ന് വരെ എഴുതി വെക്കണം. നല്ല നീറ്റ് നോട്ടിൽ എഴുതി വെക്കണം, ഈ ടെക്സ്റ്റ് നോക്കിയിട്ട്. ഓക്കെ. അപ്പൊ വാരുറ്റ ഭംഗിയുള്ള. അപ്പൊ ഇവിടുന്ന് അവിടേക്ക് എഴുതി, അവിടുന്ന് നോട്ടിലേക്ക് കൂടെ എഴുതുമ്പോഴേക്ക് നിങ്ങൾ പഠിക്കും അല്ലേ? വാരുറ്റ ഭംഗിയുള്ള. കഴിഞ്ഞോ? എല്ലാവർക്കും എഴുതി കഴിഞ്ഞോ? അപ്പൊ 6 പുഴ. നോക്കണേ. കണം, തുള്ളി അല്ലെങ്കിൽ വളരെ ചെറിയ അംശം. കവരുക, മോഷ്ടിക്കുക. കാന്തി, ഒളി. ഗന്ധം, മണം. ചിത്രശലഭം, പൂമ്പാറ്റ. ചെമ്മേ, ഭംഗിയായി. ചേലൊത്ത. വായിക്ക് നോക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ എഴുതിയത്? ഭംഗിയുള്ള. ചേറ്, ചെളി, അഴുക്ക്. കോമേഡിയിൽ എഴുതണേ അഴുക്ക്. നുകരുക, ആസ്വദിച്ച് കുടിക്കുക. മന്ദഹസിക്കുക, പുഞ്ചിരിക്കുക. മരന്തം, പൂന്തേൻ. വാരുറ്റ ഭംഗിയുള്ള. ഓക്കെ, അർത്ഥം ഫിനിഷായി അല്ലേ? അപ്പൊ ഇതെന്ത് ചെയ്യണം? പാഠം 5 പൂക്കാലം എഴുതിയിട്ട് അർത്ഥം നോട്ടിൽ എഴുതി വെക്കണം, ഇപ്പോഴല്ല, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം. ഓക്കെ. അപ്പോ ഇന്ന് ആരാ ഫസ്റ്റ് വായിക്കുന്നേ? എല്ലാരും കൈവെക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, എന്നാ അലൻ മാത്യു തുടങ്ങിക്കോ. അലൻ മാത്യു. Yes, miss. നല്ല സൂപ്പർ. പൂക്കാലം പാഠം 5
മാമഴ മേഘങ്ങൾ പോയി മറഞ്ഞു വസന്തകാലം മഞ്ഞിൻ കണങ്ങളായി കാന്തിയേറും മഞ്ഞ മന്ദാരങ്ങൾ പൂവണിഞ്ഞു ഏറിയ ഗന്ധം പരത്തി മെല്ലെ ഏഴിലം പാലകൾ പൂത്തുനിന്നു കാടുകൾ തോറുമേ കൺകവരും കണ്ണാന്തളിപ്പൂക്കൾ കൺതുറന്നു നിലാവിൽ നീലക്കുറിഞ്ഞിയും നാണമോടെ ആറ്റിലും ചേറ്റിലും നൃത്തമാടി ആനന്ദത്താലാമ്പൽ പൂവുകളും ചേലൊത്ത ചിത്രശലഭങ്ങളും വാരുറ്റ വണ്ടുകൾ തുമ്പികളും പൂവിൻ മരന്തം നുകർന്നു ചെമ്മേ പാറിപ്പറന്നു രസിച്ചിരുന്നു. ഓക്കെ, നെക്സ്റ്റ് സെൽന എലിസബത്ത്. പൂക്കാലം. മാമഴ മേഘങ്ങൾ പോയി മറഞ്ഞു മന്ദഹാസിപ്പൂ വസന്തകാലം മഞ്ഞിൽ കണങ്ങളാൽ കാന്തിയേറും മഞ്ഞ മന്ദാരങ്ങൾ പൂവണിഞ്ഞു ഏറിയ ഗന്ധം പരത്തി മെല്ലെ ഏരിലം പാലകൾ പൂത്തുനിന്നു കാടുകൾ തോറുമേ കൺകവരൻ കാണാന്താളിപ്പൂക്കൾ കൺതുറന്നു നിലാവിൽ കുളിച്ചു നിന്നു നീലക്കുറിഞ്ഞിയും നാണമോടെ ആറ്റിലും ചേറ്റിലും നൃത്തമാടി ആനന്ദത്താമ്പാലം പൂവുകളും ശലഭങ്ങളും വാരിറ്റ വണ്ടുകൾ തുമ്പികളും പൂവിൽ മരന്തം നുകർന്നു ചെമ്മേ പാറിപ്പറന്നു രസിച്ചിടുന്നു. നെക്സ്റ്റ് ആദിത്യ. പ്ലീസ് അൺമ്യൂട്ട്. ആദിത്യ വായിച്ചു. പൂക്കാലം. മഴമേഘങ്ങൾ മഞ്ഞു മാമഴ മേഘങ്ങൾ പോയി മറഞ്ഞു മന്ദരസിപ്പൂ വസന്തകാലം മഞ്ഞിൻ കണങ്ങളാൽ കാന്തിയേറും മഞ്ഞ മന്ദാരങ്ങൾ പൂ അണിഞ്ഞു ഗന്ധം പരത്തി ഏഴിലം പാലകൾ പൂത്തുനിന്നു കാടുകൾ തോറുമേ കവരും കണ്ണാന്തളിപ്പൂക്കൾ കൺതുറന്നു നീലനിലാവിൽ കുളിച്ചു നിന്നു നീലക്കുറിഞ്ഞിയും നാണമോടെ ചേറ്റിലും നൃത്തമാടി ആനന്ദത്താലാമ്പൽ പൂവുകളും ചേലൊത്ത ചിത്രശലഭങ്ങളും വാരുറ്റ വണ്ടുകൾ തുമ്പികളും പൂവിൻ മരന്തം നുകർന്നു ചെമ്മേ പറന്നു രസിച്ചിടുന്നു. ഓക്കെ, വായിച്ചു പഠിക്കണേ.
ഓക്കെ നെക്സ്റ്റ്. ഒരു മിനിറ്റേ ഉള്ളൂ. ഇനി അടുത്ത ദിവസം നമുക്ക് ഫുൾ ടൈം വായിക്കാം കേട്ടോ. കുറെ പേരെ വായിപ്പിക്കാനുണ്ട്. അപ്പൊ ഈ പാട്ട് നമുക്ക് അടുത്ത ദിവസം ഒന്നുകൂടി എല്ലാവർക്കും വായിക്കാം. ഇന്ന് വായിച്ചവര് മിസ് അവിടെ പേര് എഴുതി വെക്കും. അടുത്ത ദിവസം ബാക്കിയുള്ളവരെ. ഓക്കെ. അപ്പൊ നമ്മുടെ സമയം കഴിഞ്ഞു. അപ്പൊ എല്ലാവരോടും ബൈ. അപ്പൊ എന്ത് ചെയ്യണം? ഇതൊരു 3 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് നിങ്ങൾ വായിക്കണം. അപ്പൊ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും നല്ല പോലെ. ഓക്കെ. അതുപോലെ അർത്ഥം നോട്ടിൽ എഴുതി വെക്കണം. ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം മിസ് എഴുതി സെൻഡ് ചെയ്ത് തരും. ഓക്കെ. അപ്പൊ ബൈ. See you. Bye. Okay.